നമസ്കാരം, എല്ലാവർക്കും ജോക്ക് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തിമിംഗലം ഒരു ആളെ വിഴുങ്ങിയതിന് ശേഷം തുപ്പിക്കളയുന്നു. തിമിംഗലം ആളെ വിഴുങ്ങിയതിന് ശേഷം തുപ്പിക്കളയുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഞാൻ എങ്ങനെ ഈ സെക്കൻഡിനുള്ളിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ്രിയാൻ്റെ പിതാവും സ്ഥിരം ഇങ്ങനെ സമുദ്രങ്ങളിലൊക്കെ കയാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം അവർക്കുണ്ടായത്. ഇതിൻ്റെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഈ പിതാവ് തന്നെയായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം, യാദൃശ്ചികമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും സ്ഥിതി? ഇനിയിപ്പോൾ അതിൻ്റെ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്ന് സെക്കൻഡുകൾക്ക് ശേഷം പുറത്ത് കിട്ടിയ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ല, അത് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. എന്തായാലും ഈ തിമിംഗലം എന്തുകൊണ്ട് ഇവരെ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് തന്നെ തുപ്പുകയും ചെയ്തു എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമുദ്രത്തിനെ കുറിച്ചും ഈ തിമിംഗലത്തെക്കുറിച്ചുമൊക്കെ വളരെയധികം നല്ലവണ്ണം അറിവുള്ള രണ്ടു പേരാണ് ഈ പറയുന്ന ആൻഡ്രിയാനും അദ്ദേഹത്തിൻ്റെ പിതാവും. അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ തിമിംഗലം ഇവനെ മകനെ വിഴുങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ആൻഡ്രിയാൻ്റെ പിതാവ് കാം 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 എന്ന് പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ അത്രയും അദ്ദേഹം വളരെയധികം കാമായിട്ട് തന്നെയാണ് അത് തിരിച്ച് വരും. അത് കാരണം ഈ തിമിംഗലം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ഭക്ഷിക്കുന്നവരല്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ അവരുടെ വീഡിയോകളും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. കാരണം ആക്രമിക്കപ്പെടുന്ന തിമിംഗലങ്ങളുണ്ട്, പക്ഷേ സാധാരണ തിമിംഗലങ്ങൾ അങ്ങനെ മനുഷ്യനെ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കില്ല. അത് അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണമല്ല മനുഷ്യൻ എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇപ്പോൾ ആൻഡ്രിയാൻ്റെ പിതാവ് ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. എന്തായാലും ഒരു രണ്ടാം ജന്മം പോലെ ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഇരുട്ടിന് ഉള്ളിലേക്ക് പോയതിനു ശേഷം തിരിച്ച് വീണ്ടും പുറത്തേക്ക് വരുന്ന ഒരു സംഭവം എന്തായാലും ആൾക്ക് കിട്ടി. എന്തായാലും ആള് രക്ഷപ്പെട്ടു. 24-കാരനായ ആൻഡ്രിയാൻ, അദ്ദേഹത്തിന് രണ്ടാം ജന്മമാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. പിന്നെ എനിക്കും ആൻഡ്രിയാൻ്റെ അച്ഛനും പറയാനുള്ളതൊന്നും തന്നെ, കൺമുൻപിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് അത് തിരിച്ചു വരുന്ന ഒരു സംഭവം, തിരിച്ചു കിട്ടി അല്ലേ? അങ്ങനെയുള്ള സംഭവം ചിന്തിച്ച് നോക്കൂ. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയാലും അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് കൂടിയുള്ള ഒരു പാഠമാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും പറയുന്നത്. എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.